യുദ്ധപ്രതിസന്ധിയിലും ഗൾഫ് രാജ്യങ്ങളിൽ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി ഷാജി പാപ്പനും കൂട്ടരും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ആട് 3 എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളൊന്നായിരുന്നു ജയസൂര്യ കേന്ദ്ര കഥാപാത്രത്തെ ആട് 3 എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട്. മിഥുൻ മാനുവൽ തോമസ് അണിയിച്ചൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് ആദ്യ ദിനം മുതൽ കാണാൻ സാധിച്ചത്. രണ്ടാം ദിനത്തിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രത്തിന്റെ ആദ്യ ദിന GCC കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ കണ്ണു തള്ളിപ്പോവുകയാണ് സിനിമാ പ്രേമികൾ. ഓവർസീസിനായിട്ട് 10 കോടി 95 ലക്ഷം രൂപയാണ് ചിത്രം ആദ്യ ദിനം സ്വന്തമാക്കിയിരിക്കുന്നത്. അതിന് 7 കോടി 72 ലക്ഷം രൂപയോളം GCC രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. യുദ്ധപ്രതിസന്ധി കാരണം പല സിനിമകളും റിലീസ് നീട്ടിവെക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ റിലീസ് ചെയ്ത ദുരന്തർ 2-നും അതോടൊപ്പം ആട് 3-ക്കും മികച്ച കളക്ഷൻ തന്നെ ഗൾഫ് കൺട്രികളിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. കേരള കളക്ഷനായിട്ട് 5 കോടി 90 ലക്ഷം രൂപ മാത്രമാണ് ചിത്രത്തെ സ്വന്തമാക്കാൻ സാധിച്ചത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടി രൂപയും ചിത്രം സ്വന്തമാക്കി. അങ്ങനെ ചിത്രം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 17 കോടി 85 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയപ്പോഴും പകുതിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയിരിക്കുന്ന GCC കൺട്രികളിൽ നിന്ന് തന്നെയാണ്. എന്തൊക്കെയാണ് മലയാള സിനിമ കണ്ട എക്കാലത്തും വലിയ വിജയങ്ങളൊന്നായിട്ട് ആട് 3 മാറുകയും അതോടൊപ്പം ഷാജി പാപ്പൻ കൂട്ടരും ഇത്തവണ ഒരു 100 കോടിയെങ്കിലും സ്വന്തമാക്കിയിട്ടേ പോകത്തുള്ളതാണ് തോന്നുന്നത്. രണ്ടാം ദിനമായിട്ടുള്ള ശനിയാഴ്ച ഹെവി റെസ്പോൺസ് തന്നെയാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ കേരള കളക്ഷൻ 7 കോടി പിന്നിടുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് പെരുന്നാൾ അവധികളൊക്കെ ആയതുകൊണ്ട് GCCയിലും വലിയ തിരക്ക് തന്നെ ചിത്രത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. യുദ്ധമൊക്കെ മുറുകുന്നുണ്ടെങ്കിലും പാപ്പനെയും കൂട്ടിനെയും കാണാൻ പ്രഷർ ഇടിച്ചു വരുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് ഫൈനൽ കളക്ഷൻ വരുമ്പോൾ 100 കോടി നേടാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം ദുരന്തർ 2, ആട് 3 തുടങ്ങിയ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമയാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.